പോലീസ് പോസ്റ്റ് തയ്യാറാക്കി ബാക്കി അതിൻ്റെ പോസ്റ്റ്മോർട്ടം പോലീസ് സത്യം പറഞ്ഞാൽ മരണം കേട്ടപ്പോൾ അത്ഭുതത്തോടെ കാരണം നല്ല കലാഭവൻ നവാസ് നല്ല കഠിനാധ്വാനം നടത്തി പ്രയത്നിച്ച് ഈ വലിയൊരു കലാകാരനായി മാറിയ ഒരു കലാകാരൻ കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഇപ്പൊ ഞാൻ ചാനലിലൂടെ കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടില്ല. കാരണം ഞാനൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്, എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ്, വലിയ മനസ്സുള്ള ആളാണ്. സ്വന്തമായി ലീല എന്ന സിനിമ എന്നെ വിളിച്ചു അപ്പൊ വളരെ ഭയങ്കര വലിയ പ്രയാസമാണ്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നേരെ മെഡിക്കൽ കോളേജിൽ നാളെ രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൂടി അല്ല ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു കലാകാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോഴും ആ അധ്വാനത്തിന് ഒരു കുറവില്ല. സിനിമയായാലും മറ്റുള്ള സ്റ്റേജ് ഷോ ആയാലും ഒക്കെ അതിന് പോകാനും അതിനുവേണ്ടി അതിനുവേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് തന്നെ ഞാൻ പത്ത് ബന്ധുക്കളൊക്കെ സംസാരിക്കും. അവരാരും വീട്ടുകാരും വന്നിട്ടില്ല. കാരണം എന്നാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച് രാവിലെ ഇൻക്വസ്റ്റ് ചെയ്യാറായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി കൂടി കഴിഞ്ഞ റൂമിൽ വന്നപ്പോഴാണ് അറിയാലോ, ബാക്കിയെല്ലാം അറിയാലോ. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ആരോഗ്യം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ആഫ്റ്റർ കോവിഡ് സത്യം പറഞ്ഞാൽ ഇതുപോലെ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നത് ഒത്തിരി കാണാൻ സാധിക്കും. എന്തായാലും വളരെ ഒരു നഷ്ടം തന്നെയാണ് നവാസിൻ്റെ മരണം.